ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തിരിച്ചു പോയതിനു ശേഷം ഒരുപാട് ശിഷ്യന്മാരിൽ ഒരു ശിഷ്യന് വഴിതെറ്റിപ്പോയി. അദ്ദേഹം മാംസഭക്ഷണം കഴിക്കാൻ തുടങ്ങി, എല്ലാവിധ തെറ്റുകളും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വഴിതെറ്റി അവസാനം മരിച്ചു, നരകത്തിലെത്തി. അദ്ദേഹം കണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പിന്റെ റോഡ് അടിയിൽ കൂടെ നല്ല തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. അന്നേരം ചെമ്പെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പെട്ടെന്ന് ചൂടാവുന്നതാണ്. അന്നേരം അടിയിൽ കൂടെ അഗ്നി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. തിളച്ച് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ നടത്തിപ്പിക്കുകയാണ്. ഒരു കാല് വെക്കുമ്പോൾ അത് പൊക്കാൻ നോക്കും, അടുത്ത കാല് വെക്കുമ്പോഴത്തേക്ക് അത് പൊള്ളിത്തീരും. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. എന്നിട്ട് മോളിൽ കൂടെ സൂര്യൻ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ. അന്നേരം നമ്മുടെ സൂര്യനല്ല, അവിടെ സ്പെഷ്യലായിട്ട് ഒരു സൂര്യനുണ്ട്. നമ്മുടെ സൂര്യന്റെ പ്രകാശമൊന്നും അവിടെ എത്തില്ല. അവിടെ നരകത്തിന് വേണ്ടി നല്ല ഹോട്ട് ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു സൂര്യനുണ്ട്. അടിയിൽ നിന്ന് നല്ല തീ, മോളിൽ നിന്നും തീ, ഉള്ളിലാണെങ്കിൽ തീയോട് തീയാണ്. എന്താവുമെന്ന് ഒരു പിടിയില്ല. എന്നിട്ട് യമകിങ്കരന്മാര് നടക്കട അങ്ങോട്ടെന്ന് പറഞ്ഞ ചാട്ട വെച്ച് അടിയാണ്. ഓടറാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് കുടുംബക്കാരെ നോക്കും, ആരും ഇല്ല അവിടെ. നല്ല ബെസ്റ്റ് ടൈം ആയിരിക്കും. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ദാഹം വരുന്നത്. കാരണം മോളിൽ നിന്ന് തീ, താഴേന്ന് തീ, ഉള്ളിലും തീ. അന്നേരം വെള്ളം കുടിക്കാൻ എന്തെങ്കിലും തരുമോ, ദൈവം ഇത് കരുണ കാട്ടണം, അവിടെ മുഴുവൻ വെള്ളം കൊണ്ട് കുടിച്ചോളൂ എന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ മുക്കി തരും. എന്താണ്? മലം, മൂത്രം, പഴുപ്പ്, നല്ല മിക്സ് ജ്യൂസാണ് അവിടെ കിട്ടുന്നത്. അതിന്റെ വൈതരണി എന്ന് പറയുന്ന ഒരു നല്ല മനോഹരമായിട്ടുള്ള നദിയുണ്ട്. അവസാനം അവിടെ എത്തിയപ്പോൾ ലൈനിൽ നിൽക്കുകയാണ്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ ആ ശിഷ്യനും അവിടെ ലൈനിൽ നിൽക്കുകയാണ്. അതിൽ ഓരോ ആൾക്കാരുടെയും ഇവനെ അങ്ങോട്ട് തട്ട്, ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകും. എല്ലാവർക്കും അവിടെ സ്പെഷ്യൽ ഇതുണ്ട്. അന്നേരം ഓരോ ആൾക്കാരുടെയും ഹിസ്റ്ററി നോക്കുവാണ്. ഇവ ഇങ്ങനെയൊക്കെ ചെയ്തു, അന്നേരം ഇവനെ ഇങ്ങനെ ചെയ്ത്, അങ്ങനെ ചെയ്ത്, ഇങ്ങനെയൊക്കെ ചിത്രഗുപ്തൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യം ചെയ്ത ആൾക്കാർക്ക് യമരാജനെ കാണാൻ പറ്റും, അല്ലാത്തവർക്കെല്ലാം ചിത്രഗുപ്തനേ ഉള്ളൂ. ചിത്രഗുപ്തൻ നോക്കിയപ്പോ ഓരോന്ന് കണ്ട്, ഈ തെറ്റ് അത് തെറ്റ് കണ്ട്, എന്തെങ്കിലും നല്ല ഗുണം ഉണ്ടോ എന്ന് കൂടെ നോക്കും. അത് വെച്ചിട്ടെങ്കിലും ഇത് അളവ് കുറയ്ക്കാൻ നോക്കും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും നല്ല ഗുണം കണ്ടിട്ട് ഇത് ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ കൂടുതൽ ടോർച്ചർ. അങ്ങനെയുണ്ട്. അതായത് ബ്രാഹ്മണനായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ടോർച്ചർ കൂടുതലാണ്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ കണ്ടത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ ശിഷ്യനാണ്. അന്നേരം ചിത്രഗുപ്തൻ പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ ഇവിടെ വന്നു, ഒരു വൈഷ്ണവ സന്യാസിയുടെ ശിഷ്യൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ആകെ കൂടെ കൺഫ്യൂഷനായി. അവസാനം നേരെ യമരാജന്റെ മുമ്പിൽ കൊണ്ടുപോയി. യമരാജൻ പറഞ്ഞു, ഇങ്ങനെ എങ്ങനെ ഇവിടെ വന്നു? തെറ്റുകളൊക്കെ ഇങ്ങനെ തന്നെയാണോ ചെയ്തത്, അതോ ആള് മാറി കൊണ്ടുവന്നാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആള് തെറ്റിയില്ല, ഇദ്ദേഹം തന്നെയാണ്. ഇല്ല, ഇത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, എല്ലാം കറക്റ്റാണ്, ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. സാക്ഷിയായിട്ട് സൂര്യൻ, ചന്ദ്രൻ. അന്നേരം യമരാജൻ ഇങ്ങനെ നോക്കിയിട്ട് ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആയി. ഇവ എങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചപ്പോൾ സാക്ഷാൽ ശ്രീ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറെ സ്മരിച്ചു. അദ്ദേഹം ഗോലോക വൃന്ദാവനത്തിലെ മഞ്ജരിയാണെന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം മഞ്ജരിയെ വിളിച്ചപ്പോഴത്തേക്ക് അവിടത്തേക്ക് മെസ്സേജ് പോയി, ഇങ്ങനൊരു അവിടുത്തെ ശിഷ്യൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഉടൻ തന്നെ ആ സന്യാസ ദണ്ഡമൊക്കെ പിടിച്ച് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അവിടെ വന്നു എന്നുള്ളത്. വന്നിട്ട് യമരാജൻ ഇങ്ങനെ നമസ്കരിക്കുകയാണ്, പ്രണമിക്കുകയാണ്. പക്ഷെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രണാമമൊന്നും സ്വീകരിക്കുകയല്ല, വിഷമിക്കുകയാണ്. ആ ശിഷ്യനോട് കണ്ടിട്ട് ചോദിച്ചു, നീ എന്തിന് ഇത് തെറ്റുകളൊക്കെ ചെയ്യുന്നു ചോദിച്ചു. ഇത്രയൊക്കെ നല്ല അവസരം കിട്ടിയിട്ടും, നാമം ജപിക്കാനുള്ള അവസരം കിട്ടിയിട്ടും എന്തുകൊണ്ട് നീ ജപം നിർത്തി, എന്തുകൊണ്ട് 4 യമനിയമങ്ങൾ നീ തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കരയുമായിരുന്നു. അന്നേരം ശിഷ്യനും ഇങ്ങനെ തല ഇങ്ങനെ കുനിച്ചു വെച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അദ്ദേഹം കണ്ണീന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയാണ്, ഇപ്പോ തിരിച്ചു പോവുക. യമരാജനോട് ചോദിക്കുന്ന പോലും. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ നമ്മുടെ ആ ഗുരുവിന്റെ ആ ഒരു പൊസിഷൻ എന്തുവാണെന്ന് നോക്കും. യമരാജൻ വരെ തൊഴുകയാണ്. എന്നിട്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ യമരാജനോട് ചോദിക്കുന്ന പോലും ഇല്ല. അദ്ദേഹം നേരെ ശിഷ്യനോട് പറയാണ്, ഇപ്പോ നീ പൊയ്ക്കണം, നീ പോയിട്ട് നിനക്ക് ഞാൻ അവസാനത്തെ ചാൻസ് തരികയാണ്. ഇനിയെങ്കിലും നിന്റെ ജീവിതം നല്ലതാക്കുക, നീ പോയി ജപിക്കൂ, വീണ്ടും ദീക്ഷ എടുക്കൂ. എന്റെ ശിഷ്യൻ അവിടെ ഉണ്ട്, ആ ശിഷ്യന്റെ പേരും പറയും. എന്നിട്ട് പറയാം, ആ ശിഷ്യനിൽ നിന്ന് ദീക്ഷ എടുക്കാൻ പറയുകയാണ്. ഇനിയെങ്കിലും നല്ലൊരു മാർഗത്തിൽ നീ സഞ്ചരിക്കൂ, തെറ്റായിട്ടുള്ള മാർഗത്തിൽ പോകാതിരിക്കൂ എന്ന് പറയുകയാണ്. ഇത് കേട്ട ഉടനെ ശിഷ്യന് വലിയ സന്തോഷമായി, നമസ്കരിച്ചു. എന്നിട്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തിരിച്ചുപോയി. അതിനുശേഷം ശിഷ്യൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ചിതയിലിരിക്കുകയാണ്, കത്തിക്കാൻ തുടങ്ങുകയാണ്. ഏതാനും നിമിഷങ്ങളകം കത്തിക്കാൻ പോവുകയാണ്. നേരത്തേക്ക് ആ ശിഷ്യൻ പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു. എല്ലാവരും വിചാരിച്ചു ഭൂതപ്രേതമാണെന്ന് വിചാരിച്ചു എല്ലാവരും ഓടി. അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ വീട്ടിലല്ല പോയത്, നേരെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ ആ ശിഷ്യന്റെ അടുത്ത് എത്തി. എന്നിട്ട് പറഞ്ഞു, ഗുരു, എനിക്ക് ദീക്ഷ തരണം, വഴി തെറ്റിപ്പോയി, ക്ഷമിക്കണം. അന്നേരത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എന്റെ സ്വപ്നത്തിൽ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ അദ്ദേഹം വരും, ദീക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ദീക്ഷ കൊടുക്കുകയാണ്.